വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുമ മിസ് ആണ്. അപ്പൊ മക്കളെ എല്ലാവരും LSS എക്സാമിന് വേണ്ടിയിട്ട് നല്ല തയ്യാറെടുപ്പിലായിരിക്കും. അപ്പൊ നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ എല്ലാ പ്രാവശ്യവും ലൈവ് ഒക്കെ എടുക്കുന്ന സമയത്ത് പറയാറുണ്ട് അല്ലെ, അതേപോലെ തന്നെ പാരന്റ്സ് ഒക്കെ പറയാറുണ്ട് ഞങ്ങൾക്ക് എക്സ്പെരിമെന്റുകൾ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നല്ലേ, പരീക്ഷണ കുറിപ്പ് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയാനാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം അല്ലെ. അപ്പൊ എങ്ങനെ പരീക്ഷണ കുറിപ്പ് എഴുതാം അല്ലെ, ഹൗ ടു റൈറ്റ് എക്സ്പെരിമെന്റ് റെക്കോർഡ് എന്നുള്ളതാണ് ടീച്ചർ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എക്സ്പെരിമെന്റ് അല്ലെ, ഒരു പരീക്ഷണം നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊക്കെ എന്ത് ചെയ്യും, ഓർമ്മയുണ്ടാവും അല്ലെ. പക്ഷെ പരീക്ഷണം റെക്കോർഡ് ചെയ്യുമ്പോൾ, അതൊരു കുറിപ്പായിട്ട് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ കുറച്ച് സ്റ്റെപ്പുകൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം അല്ലെ. അതായത് തീർച്ചയായിട്ടും ആ സ്റ്റെപ്പുകൾ എന്ത് ചെയ്യണം, നമ്മൾ പാലിച്ചേ പറ്റൂ. ആ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ടീച്ചർ ഇന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? ശ്രദ്ധിക്കണേ. അപ്പൊ ആദ്യം അല്ലെ, നമ്മളോട് എന്തിനെ കുറിച്ചാണ് അല്ലെ പരീക്ഷണം ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ ഓരോരുത്തർക്കും അല്ലെ ഒരു പരീക്ഷണം ചെയ്യുന്നതിന് കുറെ ലക്ഷ്യങ്ങൾ ഉണ്ടാവും അല്ലെ. ആ ലക്ഷ്യമാണ് നിങ്ങൾ ഏറ്റവും ആദ്യം എഴുതേണ്ടത്. എന്താ ടീച്ചർ പറഞ്ഞിരിക്കുന്നത്? ലക്ഷ്യം അല്ലെ, എയിമാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. എന്താണ് ലക്ഷ്യം എന്ന് പറയുന്നത്? ഇവിടെ നിങ്ങൾ നോക്കിക്കേ, വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം അല്ലെ. അപ്പൊ ഇന്നത്തെ ഈ പരീക്ഷണം ചെയ്യുന്നത് എന്തിനാണ്? വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ എന്നറിയാൻ അല്ലെ. ടു ഫൈൻഡ് ഔട്ട് വിത്ത് എയർ ഓക്യുപ്പൈസ് സ്പേസ്. എയറിന് എന്ത് വേണം, സ്ഥലം വേണോ എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ഈ പരീക്ഷണം ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആദ്യത്തെ കാര്യം എന്താണ്, ലക്ഷ്യം എന്നും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, എന്തിനാണോ നമ്മൾ പരീക്ഷണം ചെയ്യുന്നത് അല്ലെ, ആ കാര്യം നമ്മൾ എന്ത് ചെയ്യുക, എഴുതുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് അല്ലെ. ടു ഫൈൻഡ് ഔട്ട് വെദർ എയർ ഓക്യുപ്പൈസ് സ്പേസ്. മനസ്സിലായോ? ആദ്യമായിട്ട് എഴുതേണ്ടത് എന്താണ്, എയിമാണ് അല്ലെ. എയിമാണ് നമ്മൾ എഴുതേണ്ടത്. രണ്ടാമതായിട്ട് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, ഒരു പരീക്ഷണം നടത്തുമ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ ആവശ്യം വരാറില്ലേ. എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം. ഒരു കുഞ്ഞു മുട്ടുസൂചി വരെ നമ്മൾ അതിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. അപ്പൊ രണ്ടാമത്തത് എന്താണ്, സാമഗ്രികൾ അഥവാ മെറ്റീരിയൽസ് അല്ലെ. ഈ പരീക്ഷണം ചെയ്യാൻ നമ്മൾ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതുക. അപ്പൊ ഈ ഒരു പരീക്ഷണം ചെയ്യാൻ അല്ലെ, വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണോ എന്ന് കണ്ടെത്താൻ നമ്മൾ ഉപയോഗിച്ച മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? വെള്ളം നിറച്ച ബക്കറ്റ്, 2 ഗ്ലാസ്, വളയുന്ന സ്ട്രോ, കടലാസ്, സെല്ലോ ടേപ്പ് അല്ലെ. ബക്കറ്റ് ഫുൾ ഓഫ് വാട്ടർ, 2 ഗ്ലാസ് ടംബ്ലേഴ്സ്, ഫ്ലെക്സിബിൾ സ്ട്രോ, പേപ്പർ, സെല്ലോ ടേപ്പ് അല്ലെ. ഇതൊക്കെയാണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അതും നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതുക. ആദ്യം നമ്മൾ എയിം എഴുതി, പിന്നീട് അല്ലെ നമ്മള് മെറ്റീരിയൽസും എന്തൊക്കെയാണെന്ന് എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്, ഈ പരീക്ഷണം അല്ലെ നമ്മൾ എങ്ങനെയാണ് നടത്തുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എഴുതാം. എന്തൊക്കെ മെത്തേഡുകൾ അല്ലെ, എന്തൊക്കെ രീതികളാണോ നമ്മൾ യൂസ് ചെയ്തത് അത് കൃത്യമായിട്ട് എഴുതുക അല്ലെ. ഇവിടെ നോക്കിക്കേ, എന്താണ് നമ്മുടെ പരീക്ഷണ രീതി, അതായത് എങ്ങനെയാണോ പരീക്ഷണം ചെയ്യുന്നത് അത് അതുപോലെ എന്ത് ചെയ്യുക, എഴുതി വെക്കുക അല്ലെ. നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്, പിന്നീട് എന്താണ് ചെയ്യുന്നത്, ഏറ്റവും അവസാനം എന്താണ് ചെയ്യുന്നതെന്നൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എഴുതുക. നോക്കിക്കേ, നിങ്ങൾ ഇവിടെ 3/4 ഭാഗം വെള്ളമുള്ള ബക്കറ്റ് എടുത്തു. 2 ഗ്ലാസുകൾ ഓരോന്നിന്റെയും പകുതി വരെ കടലാസ് നന്നായി അമർത്തി വെച്ചു. രണ്ടാമത്തെ ഗ്ലാസ്സിൽ വളയുന്ന ഒരു സ്ട്രോയുടെ നീളം കുറഞ്ഞ ഭാഗം അകത്തു വരത്തക്ക വിധം സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു. 2 ഗ്ലാസുകളും കുത്തനെ കമഴ്ത്തി പിടിച്ച് ബക്കറ്റിലെ വെള്ളത്തിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു, താഴ്ത്തി. വളരെ സിമ്പിൾ ആയിട്ടുള്ള പരീക്ഷണ രീതിയാണ് അല്ലെ. ഫിൽഡ് 3/4 ഓഫ് ദ ബക്കറ്റ് വിത്ത് വാട്ടർ, പാക്ഡ് പേപ്പർ അപ് ടു ഹാഫ് ഓഫ് ദ ഗ്ലാസ് ടംബ്ലർ. പിന്നെ എന്താണ് ചെയ്തത് അല്ലെ, നമ്മൾ എന്ത് ചെയ്തു, ഇത് ഇതിനുള്ളിലേക്ക് ഇമ്മേഴ്സ് ചെയ്തു അല്ലെ. ഇമ്മേഴ്സ്ഡ് അപ്സൈഡ് ഡൗൺ ഇൻ ടു ദ വാട്ടർ ഇൻ ദ ബക്കറ്റ്. അതാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. എന്ത് പരീക്ഷണമാണെങ്കിലും അല്ലെ. അപ്പൊ 4ാമത്തെ ഘട്ടമാണ് ഇനി നമ്മൾ നോക്കുന്നത്. നമ്മൾ പരീക്ഷണമൊക്കെ ചെയ്തിട്ടോ, പരീക്ഷണം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റുമല്ലോ. നമ്മളെല്ലാം കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാണാൻ വേണ്ടി പറ്റും അല്ലെ. ആ കാണുന്ന കാര്യമാണ് നമ്മുടെ ഒബ്സർവേഷൻസ് അഥവാ നിരീക്ഷണ ഫലം എന്ന് പറയുന്നത് അല്ലെ. ഈ നിരീക്ഷണ ഫലങ്ങളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, അവസാനത്തെ നിഗമനത്തിലേക്ക് എത്തുക അല്ലെ. അവസാനത്തെ നിഗമനത്തിലേക്ക്.
നമ്മൾ നേരത്തെ പരീക്ഷണം ചെയ്തപ്പോൾ എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് കണ്ടതെന്ന് നോക്കാം അല്ലെ. ഗ്ലാസുകൾ വെള്ളത്തിൽ താഴ്ത്തുമ്പോൾ ഒന്നാമത്തെ ഗ്ലാസ് കൂടുതൽ ശക്തിയായി അമർത്തേണ്ടി വന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? while immerse the two glass tumbler into the water, more force had to be applied on the glass tumbler without straw attached to it. അല്ലെ, അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താ? only a little water entered the glass tumbler. Air bubbles could be seen passing out through the straw in the other glass tumbler. Hence, more water entered that glass tumbler. When the paper in the first glass tumbler was taken out, it was not seen wet. അല്ലെ, അതെന്താണ്? അതിൽ നനഞ്ഞിട്ട് പോലും ഇല്ല അല്ലെ മക്കളെ. രണ്ടാമത്തേൽ എന്താണ്? അത് നനഞ്ഞിട്ട് പോലും ഇല്ലേ. The paper in the second glass tumbler was wet. എന്താണ്? എന്നാൽ രണ്ടാമത്തെ ഗ്ലാസ് ടംബ്ലർ എന്ത് ചെയ്തിട്ടുണ്ട്? വെറ്റ് ആയിട്ടുണ്ട് അല്ലെ, വെറ്റ് ആയിട്ടുണ്ട്. എന്തുകൊണ്ടാ ഒന്നാമത്തെ ആള് വെറ്റ് ആവാഞ്ഞത്? അതായത് ഒന്നാമത്തെ ആള് നോക്കണേ നിങ്ങള്, എന്താണ്, ഒന്നാമത്തെ ഗ്ലാസ്സിൽ നിന്ന് കടലാസ് പുറത്തെടുത്തപ്പോ അതെന്ത് ചെയ്തിട്ടില്ല? നനഞ്ഞിട്ടില്ല അല്ലെ. രണ്ടാമത്തെ ഗ്ലാസ്സിലെ കടലാസാണ് നനഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അല്ലെ? ഒന്നാമത്തെ ഗ്ലാസ് നമ്മൾ കൂടുതൽ ശക്തിയായിട്ട് അമർത്തേണ്ടി വന്നു നമുക്ക്. അതേപോലെ തന്നെ എന്താണ്, ഇതൊരു നിരീക്ഷണ ഫലം അല്ലെ. അതേപോലെ തന്നെ നമ്മൾ അതിലെ പേപ്പർ പുറത്തേക്ക് എടുത്ത് നോക്കുമ്പോൾ അതിട്ട് നനഞ്ഞിട്ടുമില്ല അല്ലെ. എന്ത് കാരണം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? നിങ്ങൾ കാര്യം പറഞ്ഞേ എന്താണ്? ഈ പറയുന്ന ഗ്ലാസിന്റെ ഉള്ളിൽ ആരുണ്ട്? വായു ഉണ്ട് അല്ലെ. ആ വായു ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഉള്ളിൽ വെച്ച പേപ്പറിൽ എന്ത് ചെയ്യാഞ്ഞത്? വെള്ളം നനയാതിരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ രണ്ടാമത്തെ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചേലേ. രണ്ടാമത്തെ ഗ്ലാസിന്റെ സ്ട്രോയിൽ കൂടി വായു കുമിളകൾ എന്ത് ചെയ്തിട്ടുണ്ട്? പുറത്തേക്ക് വന്നിട്ടുണ്ട് അല്ലെ. അതുകൊണ്ടാണ് അവിടെ വെള്ളവും കയറിയത്. നമ്മൾ രണ്ടാമത്തെ എടുത്തതില് വെള്ളം കയറിപ്പോയതിന്റെ കാരണം എന്താണ്? ആ ഗ്ലാസ് നനഞ്ഞതിൽ അല്ലെ. ഗ്ലാസിന്റെ ഉള്ളിലെ പേപ്പർ നനഞ്ഞതിന്റെ കാരണം എന്തായിരുന്നു? ഗ്ലാസിന്റെ ഉള്ളിലെ പേപ്പർ നനയാൻ കാരണം ഒറ്റൊരു കാരണം അല്ലെ. എന്തായിരുന്നു ആ കാരണം? അതിലുള്ള വായു എന്ത് ചെയ്തു? പുറത്തേക്ക് വന്നു. വായു പുറത്തേക്ക് വന്നപ്പോ വെള്ളത്തിന് സുഖമായിട്ട് അകത്തേക്ക് കയറാൻ പറ്റി അല്ലെ. അപ്പൊ വായു ഉള്ളത് കൊണ്ടാണ് വെള്ളത്തിന് നമ്മളെ പേപ്പറിനെ നനയ്ക്കാൻ പറ്റാതായത് അല്ലെ. വെള്ളത്തിന് നനയ്ക്കാൻ പറ്റാതായത്, ആ പേപ്പർ വെറ്റാകാതിരുന്നത്. ഇപ്പൊ വായു ഇല്ലാത്തത് കൊണ്ട് തന്നെ വെള്ളം സുഖമായിട്ട് കയറി. അപ്പൊ വായുവിന് സ്ഥലം ആവശ്യമായിട്ട് വന്നോ? വായുവിന് സ്ഥലം ആവശ്യമായിട്ട് വന്നല്ലേ. ഇത് നമുക്ക് മനസ്സിലായി. അപ്പൊ ഈ ഒരു ഒബ്സർവേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? നിഗമനം ഉണ്ടാക്കിയില്ലേ? നിഗമനം ഉണ്ടാക്കിയല്ലേ. എന്തായിരിക്കും നിഗമനം എന്ന് പറയുന്നത്? ആദ്യത്തെ നമ്മുടെ ലക്ഷ്യമുണ്ട് അല്ലെ. ലക്ഷ്യത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? നിഗമനം ഉണ്ടാക്കാം അല്ലെ. നമ്മൾ ചെയ്ത പരീക്ഷണത്തിലെ ലക്ഷ്യം ഓക്കെ ആയെങ്കിൽ അല്ലെ, നമ്മൾ എന്തിനാണോ പരീക്ഷണം ചെയ്തത് ആ പരീക്ഷണത്തിലുള്ള നിരീക്ഷണ ഫലം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ചത് പോലെയാണെങ്കിൽ എന്താണ്? അത് ഗുഡ് ആയിട്ടുള്ള കാര്യമല്ലേ. നമുക്ക് വേണ്ട കാര്യം കിട്ടിയില്ലേ. അപ്പൊ നമുക്ക് അതന്നെ എന്ത് ചെയ്യാം? ആൻസർ ആയിട്ട് എഴുതാം അല്ലെ. അപ്പൊ വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ എന്ന് കണ്ടെത്താനാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ പരീക്ഷണം നടത്തിയത്. നിരീക്ഷണ ഫലം എന്താണ് നമ്മൾ മനസ്സിലാക്കി അല്ലെ. വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് തന്നെ ഇവിടെ എഴുതാം അല്ലെ. യെസ്. അപ്പൊ നോക്കിക്കോ നിങ്ങള്, എന്താണ്? വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് അല്ലെ. എന്താണ്? എയർ നീഡ് സ്പേസ് ടു ഓക്യുപ്പൈ അല്ലേ. എല്ലാവർക്കും മനസ്സിലായോ? എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലേ? എയറിന് എന്താണ്? സ്ഥലം ആവശ്യമാണ്. നമ്മൾ ആ ലക്ഷ്യം തന്നെ എന്താക്കി? നിഗമനമായിട്ട് എഴുതി. ഇപ്പൊ എന്റെ കൂട്ടുകാർക്ക് മനസ്സിലായോ എങ്ങനെയാണ് പരീക്ഷണക്കുറിപ്പ് എഴുതേണ്ടതെന്ന് അല്ലെ. എങ്ങനെയാണ് നമ്മൾ എക്സ്പെരിമെന്റ് റെക്കോർഡ് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് ടീച്ചർ വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ.